വയസ്സ് 32. ഞാൻ മലപ്പുറം പൊന്നാനിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സാർ, അടിപൊളി സെഷൻ ആയിരുന്നു ഇന്നത്തെ സെഷൻ. കൂടുതൽ നമ്മളുടെ ജീവിതത്തെ കുറിച്ചിട്ടും ഭക്ഷണശീലങ്ങളെ കുറിച്ചിട്ടും ക്ലാരിറ്റി തരുന്ന രീതിയിലായിരുന്നു സാറിന്റെ സെഷൻ ഉണ്ടായിരുന്ന. പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് പലപ്പോഴും എന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു വലിയൊരു ചലഞ്ചും അത് തന്നെയായിരുന്നു. എന്ത് കഴിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല. അപ്പൊ കഴിക്കണം എന്നുള്ള അറിവ് ഉണ്ടായിരുന്ന സമയത്ത് മുന്നിൽ കിട്ടിയ ഭക്ഷണങ്ങളൊക്കെയാണ് കഴിച്ചിരുന്നത്. ബിഫോർ ഹെർബലൈഫ് ഞാൻ മുംബൈയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കാരണം കൃത്യമായിട്ട് ഭക്ഷണ രീതിയെ കുറിച്ചോ ജീവിത ശൈലിയെ കുറിച്ചോ ഒന്നും അറിയുന്നില്ല. ശ്രമങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, നല്ല ബോഡി ആയിരിക്കണമെന്ന് പറഞ്ഞു തരാനോ ചെയ്തു തരാനോ ഒന്നും ഒരാളുണ്ടായിരുന്നില്ല. അതിന്റെ കാരണങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് സംഭവിച്ചത് എന്താ വെച്ചാൽ, ഞാൻ പല ശ്രമങ്ങൾ നടത്തി, പല ഡയറ്റിംഗ് മെത്തേഡുകളും ഞാൻ ഫോളോ ചെയ്ത് ആ സമയത്ത് അതൊക്കെ പരാജയമായിട്ടാണ് എനിക്ക് മാറിയത്. കുറച്ച് സമയം മാത്രമാണ് മുന്നോട്ട് പോയിരുന്നത്. അതിന്റെ സങ്കടം എന്നെ സമയത്തോളം ഫേസ് ചെയ്തിരുന്ന വെച്ചാല്, എനിക്ക് 117 കിലോ വെയിറ്റ് ഉണ്ടാവുന്ന ഒരു അവസ്ഥ വന്നു. എന്റെ വയസ്സ് എന്ന് പറയുന്നത് 31 വയസ്സാണ് ആ സമയത്ത്. പക്ഷെ എനിക്ക് ഉണ്ടായിരുന്ന കുറച്ചധികം ബുദ്ധിമുട്ടുകൾ, ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വിഷയമാണ് എന്റെ സ്കിന്നിനുള്ള ഇംപ്രൂവ്മെന്റ് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഓവർ വെയിറ്റ് ആവുന്നതിനേക്കാൾ കൂടുതൽ എന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എന്റെ സ്കിന്നിലുള്ള ഇംപ്രൂവ്മെന്റ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് പല പരിശ്രമങ്ങളും പല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളും ചെയ്തു നോക്കി. കൃത്യമായിട്ട് റിസൾട്ട് കിട്ടിയിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ എത്തിപ്പെടുന്നത്. ഇതിന്റെ മുന്നേ എനിക്ക് ഈ പ്രോഗ്രാം കിട്ടിയത് 5 വർഷം മുന്നേ. പക്ഷെ അതിന് ഗൈഡൻസോ അല്ലെങ്കിൽ എന്റെ കോച്ച് എന്നോട് എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ള ഒരു പേടി കാരണം അത് എനിക്ക് റിസൾട്ട് ആക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 5 വർഷത്തിന് ശേഷം അതേ കോച്ചിന്റെ അടുത്തേക്ക് തന്നെ വന്നിട്ട് ഞാൻ ഈ സിസ്റ്റത്തിലാണ് കണക്ട് ആയത്. കോച്ച് ഗൈഡൻസ് ചെയ്യുന്നതിന് പകരം ഈ സിസ്റ്റത്തിൽ എന്നെ കണക്ട് ചെയ്തു. കൃത്യമായിട്ട് ട്രെയിനിങ്ങും മോർണിംഗ് എഡ്യൂക്കേഷൻ, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോം ചെയ്തത്. അതിലാണ് ഞാൻ കലോറി മാനേജ്മെന്റിനെ കുറിച്ച് അറിഞ്ഞത്. അതിലാണ് ഞാൻ എന്റെ ഭക്ഷണ രീതിയെ കുറിച്ച് അറിഞ്ഞത്. അതിലാണ് ഞാൻ എന്റെ റിസൾട്ട് എനിക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ എടുക്കാൻ പറ്റുമെന്നുള്ളത് അറിഞ്ഞത്. കാരണം എന്റെ മുന്നിൽ ഉണ്ടായിരുന്ന റിസൾട്ടുകൾ അത്രത്തോളം അമേസിംഗ് ആയിരുന്നു. അങ്ങനെ ഫോളോ ചെയ്ത് എന്റെ ബിഫോർ ആഫ്റ്റർ ഉണ്ടെങ്കിൽ സാറേ ഒന്ന് ഇട്ട് തരണം. അങ്ങനെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മാറ്റം വരാൻ തുടങ്ങി. ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള സ്കിന്നിനുള്ള ഇംപ്രൂവ്മെന്റ് എനിക്ക് കിട്ടാൻ തുടങ്ങി. ഏകദേശം 117 കിലോയിൽ നിന്ന് 7.5 മാസം കൊണ്ട് 51 കിലോ എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ആയ കാര്യം പറയാനുള്ളത്. ഓക്കെ, ഇതിനെല്ലാം എന്നെ സഹായിച്ച, എന്നെ ഈ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്ത എന്റെ പ്രിയപ്പെട്ട കോച്ച് റിയാദ് സലീം, അവർക്ക് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ ഈ എഡ്യൂക്കേഷൻ സെഷൻ ഓരോ ദിവസം ഓരോ പുതിയ കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ ഐഡിയൽ വെയിറ്റ് ആയതിനു ശേഷം ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്റെ മസിലിനെ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നാണ്. കാരണം ആദ്യം ഞാൻ മസിലിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ എനിക്ക് ഇഞ്ചുറികളാണ് സംഭവിച്ചത്. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 51 കിലോ വെയിറ്റ് ലോസ് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാള് ആദ്യം ചെയ്യേണ്ടത് വെയിറ്റ് ലോസ് ആണ്, ശേഷം ഫാറ്റ് ലോസ് ആണ് ചെയ്യേണ്ടത്, ശേഷമാണ് മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത്. ആദ്യം തന്നെ ഇതിനു വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് നിറയെ ഇഞ്ചുറികൾ സംഭവിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ഈ കമ്മ്യൂണിറ്റിയും എഡ്യൂക്കേഷനുമാണ് പഠിപ്പിച്ചു തന്നത്. അതിനെ എന്നെ സഹായിച്ചിട്ടുള്ള കോച്ചുമാർക്ക് ഞാൻ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. അദ്ദേഹം നമുക്ക് ഒരു അമേസിംഗ് റിസൾട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ഗൈഡ്, നമുക്കൊരു ഗൈഡ് ലൈൻസ് തന്നെ നമുക്ക് അവർക്ക് ഒരു കൂട്ടായ്മയുടെ കോച്ച് കൊടുത്തിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഹെൽത്ത് മാറി, അദ്ദേഹത്തിന്റെ ഹെൽത്ത് തന്നെ തിരിച്ചു വരുന്നതിലേക്ക് വന്നു. അത് അലർജി പ്രോബ്ലംസും ഒക്കെ അദ്ദേഹത്തിന്റെ വെയിറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. അതുപോലെ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ കുറെ ആൾക്കാർക്ക് മാറ്റം പറ്റാൻ പറ്റി. നോക്കണം, ഒരു നല്ല റിസൾട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.